എറണാകുളം ജില്ലയിൽ പെരിയാർ നദിക്കരയിൽ ഒരു പച്ചക്കാട്, അതാണ് തട്ടേക്കാട്. പക്ഷികളുടെ സങ്കേതമായാണ് ലോകം തട്ടേക്കാടിനെ തിരിച്ചറിയുന്നത്. പ്രശസ്ത ഇന്ത്യൻ പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സലീം അലി പക്ഷി നിരീക്ഷണത്തിനായി പലതവണ എത്തിയിരുന്നതും അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നതുമായ ഒരു പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. പല വംശത്തിലുള്ള നാട്ടുപക്ഷികളുടെ ആവാസ വ്യവസ്ഥയാലും പലതരം ദേശാടന പക്ഷികളാലും കേരളത്തിലെ പ്രശസ്തമായ പക്ഷി സങ്കേതമാണ് ഇവിടം. എന്നാൽ ഇവിടെ മറഞ്ഞുകിടക്കുന്ന മറ്റൊരു കഥയുണ്ട്, കൃഷിയുടെ കഥ. ഹൈറേഞ്ചിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് നിന്നും 17 കിലോമീറ്റർ അകലെ പ്രാചീന മൂന്നാർ പാതയിൽ കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ കാർഷിക ഗ്രാമമായ തട്ടേക്കാട് കാർഷിക സമൃദ്ധിയിലൂടെ മുന്നേറുന്ന കാഴ്ചകളാണ് ഇന്ന് കാണാനാവുക. കാലം മാറുന്നു, രീതികളും മാറുന്നു. പരമ്പരാഗത കൃഷിയോടൊപ്പം ഹൈടെക് കൃഷിയും സ്മാർട്ട് കൃഷിരീതികളും കൃഷിക്കൂട്ടങ്ങളുമായി തട്ടേക്കാട് ഇന്ന് കൃഷി പരീക്ഷണശാലയായി മാറുകയാണ്. 10 കർഷകരുടെ കൂട്ടായ്മയിൽ 2020 10 ലക്ഷം രൂപ മൂലധനവുമായി തുടങ്ങിയ തട്ടേക്കാട് അഗ്രോ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഇന്ന് 650 അംഗങ്ങളും 1,70,00,000 രൂപ മൂലധനവുമുള്ള കർഷക സംരംഭമായി വളർന്ന് പന്തലിച്ചു നിൽക്കുകയാണ്. കീരമ്പാറ പഞ്ചായത്തിൽ VFPCKയ്ക്ക് കീഴിൽ പുന്നേക്കാട് മാർക്കറ്റിലാണ് തുടക്കം. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കൃത്യമായി വിപണനം നടത്താൻ സാധിക്കാതെ വന്നപ്പോഴാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ രൂപീകരണത്തിലേക്ക് എത്തുന്നതും. ഇത് നമ്മൾ തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം കീരമ്പാറ പഞ്ചായത്തിൽ 2007 മുതൽ പ്രവർത്തിക്കുന്ന ഒരു VFPCKയുടെ കാർഷിക ഓപ്ഷൻ മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റ് ഇപ്പോൾ ഏതാണ്ട് 5-5.5 കോടി രൂപയുടെ ടേൺ ഓവറുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല മാർക്കറ്റുകളൊന്നാണ്. അപ്പോൾ അങ്ങനെ നമുക്കിരിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ഉണ്ടാകുന്ന പ്രതിസന്ധികളെല്ലാം നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വാല്യൂ അഡീഷനിലേക്ക് കടന്നാൽ മാത്രമാണ് നമുക്ക് കൃഷിക്കാരെ കൂടുതൽ സംരക്ഷിക്കാൻ കഴിയൂ എന്നൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 2019 ജൂൺ മാസത്തിൽ നമ്മളിതിൻ്റെ ഒരു ആലോചന യോഗം പുന്നേക്കാട് പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് തുടങ്ങുകയും ഒരു സൊസൈറ്റി ആയിട്ടാണ് നമ്മൾ ആദ്യം അതിനെ രജിസ്റ്റർ ചെയ്തത്. ആ രജിസ്ട്രേഷനെല്ലാം കുറേ കഴിഞ്ഞപ്പോൾ അതിൽ ഷെയർ എടുത്തിട്ടുള്ള അംഗങ്ങളെല്ലാം കൂടിയിട്ട് നമുക്കൊരു പുതിയ നിർദ്ദേശം വെച്ചു. കാരണം ഒരു സൊസൈറ്റിയായി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ലാഭം നമുക്ക് പരിമിതമായിട്ട് മാത്രമാണ് നമുക്കിതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഒരു കമ്പനിയാക്കി ഇതിനെ മാറ്റണം എന്നുള്ളൊരു നിർദ്ദേശം അന്ന് കൂടിയ അന്നത്തെ അംഗങ്ങളിൽ നിന്ന് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതൊരു കമ്പനിയാക്കി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം തുടങ്ങുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. കേരളത്തിൻ്റെ തനതു രുചിയും ഗുണവും മണവുമെല്ലാം പ്രവാസികൾക്ക് എന്നും പ്രിയതരമാണ്. ആധുനിക സംസ്കരണ രീതിയിൽ കേരളത്തിൻ്റെ തനതു രുചികൾ ചോരാതെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് തട്ടേക്കാട് ഫാർമർ പ്രൊഡ്യൂസിംഗ് കമ്പനി. നമ്മുടെ കർഷകരുടെ വാഴക്കുലകളും ചക്കയും മധുരക്കിഴങ്ങും കിഴങ്ങുവർഗ്ഗങ്ങളും പച്ചക്കറികളും അതേ രുചിയോടുകൂടിയും ഗുണങ്ങളോടുകൂടിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കുവാനും കർഷകർക്ക് മികച്ച വരുമാനം നൽകിക്കൊണ്ടും തട്ടേക്കാട് ഫാർമർ പ്രൊഡ്യൂസിംഗ് കമ്പനി ജൈത്രയാത്ര തുടരുകയാണ്. ഞങ്ങൾ അവിടെ എന്ത് ചെയ്യും, ഇപ്പോൾ ഇഞ്ചി, മഞ്ഞൾ, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പുതിന, അങ്ങനെ എല്ലാ വെജിറ്റബിൾസും നമുക്കവിടെ ഡീഹൈഡ്രേറ്റ് ചെയ്യാം. ഈ ഡീഹൈഡ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഗുണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു എക്സ്പോർട്ട് ആണെങ്കിൽ നമുക്കിപ്പോൾ ഒരു 10 ടൺ സാധനം കയറ്റി വിടണമെങ്കിൽ ഒരു ഫ്രീസിങ് സംവിധാനത്തോടെ നമുക്കിപ്പോൾ കയറ്റി വിടാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഫ്രോസണായിട്ടാണ് എല്ലാം പോകുന്നത്. നമ്മൾ ആ ഡീഹൈഡ്രേറ്റ് 10 ടൺ നമുക്ക് ഡീഹൈഡ്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് 1 ടൺ ആ സാധനമുള്ളൂ. അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടിങ്ങിൽ വളരെയധികം ലാഭിക്കാൻ സാധിക്കും, സ്പേസ് ഒത്തിരി ലാഭം കിട്ടും. അപ്പോൾ നമുക്ക് 10 ടൺ ഇത് കയറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 100 ടണ്ണോളം സാധനമാണ് നമ്മൾ അറ്റ് ദ വൺ ടൈമിൽ നമുക്ക് കയറ്റിവിടാൻ സാധിക്കും. അപ്പോൾ എക്സ്പെൻസ് ഒത്തിരി കുറച്ച് നമുക്കവിടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഒരു 10 കിലോ ഇഞ്ചി ആണെങ്കിൽ 12 കിലോ ഇഞ്ചി ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന 1 കിലോ പ്രൊഡക്റ്റാണ്, ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. ആ 1 കിലോ പച്ച പൗഡർ നമുക്ക് വെള്ളത്തിട്ടേക്കാൾ 10 കിലോ അരച്ച അതേ സിസ്റ്റം തന്നെയാണ്. അങ്ങനെയാണ് മുളക്, മഞ്ഞൾ, വെളുത്തുള്ളി എല്ലാം അതെ ആവറേജ് 10% 10 നമുക്കത് ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. അത് പൗഡറാക്കി വെച്ചാൽ നമുക്കിപ്പോൾ ഇഞ്ചിയൊക്കെ നമുക്ക് അരച്ച് വെള്ളത്തിൽ കളിക്കുകയാണെങ്കിൽ പച്ച ഇഞ്ചി അരച്ച അതേ സിസ്റ്റം, പണ്ട് അമ്മിക്കല്ലിൽ അരച്ചെടുക്കുന്ന അതേ സ്വാദോടു കൂടി നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയ ഗുണം.
മായം ചേരാത്ത ആഹാരത്തിന് വിപണിയിൽ ഏറെ ആവശ്യക്കാരുണ്ട്. കർഷകരെ സംഘടിപ്പിച്ച് അവർക്ക് പ്രോത്സാഹനം നൽകുക, സ്ഥിര വരുമാനം ലഭ്യമാക്കുക, കൃഷി നശിക്കാതെ പരിപാലിക്കുക, കൃഷി ലാഭകരമാക്കുക, പുതുതലമുറ കൃഷിയിലേക്ക് കടന്നുവരാൻ അവസരമൊരുക്കുക, ഇതൊക്കെയാണ് തട്ടേക്കാട് ഫാർമർ പ്രൊഡ്യൂസിംഗ് കമ്പനിയുടെ രൂപീകരണ ലക്ഷ്യങ്ങൾ. ഞങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് സൈഡാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മാർക്കറ്റിങ്ങിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്, നമുക്ക് നമ്മുടെ കുറേ സ്റ്റാൻഡുകൾ ഉണ്ടാക്കി നിരവധി, ഇപ്പോൾ നമ്മുടെ റോയൽ ബേക്കറി അവരുടെ ഷോപ്പിലെല്ലാം നമ്മുടെ സാധനം വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 500ഓളം ഷോപ്പുകൾ തിരഞ്ഞെടുത്ത് ആ ഷോപ്പുകളിലൂടെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, നമുക്ക് എക്സ്പോർട്ട് ക്വാളിറ്റി ഉൽപ്പന്നങ്ങളായതുകൊണ്ട് മാക്സിമം എക്സ്പോർട്ടിലേക്ക് വിടാനുള്ള പരിശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. കമ്പനിക്ക് കുറച്ചുകൂടെ എക്സ്പാൻഷൻ ചിലപ്പോൾ നടത്തേണ്ടി വരും. ഇപ്പോൾ നമുക്ക് വരുന്ന എൻക്വയറിയൊക്കെ അനുസരിച്ച് വരുവാണെങ്കിൽ കുറച്ചും കൂടി എക്സ്പാൻഷൻ നമുക്ക് നടത്തേണ്ടി വരും. അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ധനസഹകരണമായിട്ട് നമ്മുടെ ഷെയറിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിയതായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഷെയർ ഇപ്പോൾ വീണ്ടും കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഷെയറിന് 10,000 രൂപയാണ്, ഒരാൾക്ക് 5 ലക്ഷം രൂപയുടെ വരെ ഷെയർ എടുക്കാം. അതാണ് നമ്മുടെ നിയമം. അപ്പോൾ നമ്മൾ ഈ 650 എന്നുള്ളത് 1000 അംഗങ്ങളുള്ള ഒരു കമ്പനിയാക്കി മാറ്റണമെന്നാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏറ്റവും മികച്ച ഫാർമർ പ്രൊഡ്യൂസിംഗ് കമ്പനിക്കുള്ള 2024 സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ അവാർഡ് ജേതാവായതും സാബു വർഗീസിൻ്റെ നേതൃത്വത്തിലുള്ള തട്ടേക്കാട് FPCയുടെ പ്രവർത്തന മികവ് മൂലം തന്നെയാണ്. വർഷം മുഴുവൻ നല്ല തേനൂറുന്ന തേൻവരിക്ക ചക്ക കഴിക്കുവാൻ ആഗ്രഹമില്ലാത്തവരായി ആരും തന്നെ കാണില്ല. ചക്കപ്പുഴുക്ക് കഴിക്കണമെങ്കിൽ ഇനി സീസൺ നോക്കണ്ട. ചക്കയും മാങ്ങയും തുടങ്ങി എല്ലാവിധ ഫലങ്ങളും ഏത് സമയത്തും കഴിക്കുവാൻ തക്ക രീതിയിൽ ഡീഹൈഡ്രേറ്റഡ് ഉൽപ്പന്നങ്ങളായും വാക്വം ഫ്രൈഡ് ഉൽപ്പന്നങ്ങളായും വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് തട്ടേക്കാട് ഫാർമർ പ്രൊഡ്യൂസിംഗ് കമ്പനി. ഗൃഹാതുരത്വം തുളുമ്പുന്ന നമ്മുടെ നാട്ടിലെ പഴങ്ങൾ വർഷം മുഴുവൻ കഴിക്കുവാനും ഇത്തരം ആധുനിക സംസ്കരണം വഴി സാധ്യമാകുന്നു. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പുതുതായിട്ട് ചെയ്യുന്ന സ്വീറ്റ് പൊട്ടറ്റോയാണ്. അത് മധുരക്കിഴങ്ങ് ഇവിടെ നിലവിൽ കൃഷികളെല്ലാം നിർത്തിപ്പോയതാണ്. ആ സ്വീറ്റ് പൊട്ടറ്റോ നമ്മൾ നിന്ന് ചെയ്തിട്ടുണ്ടെന്ന ചിപ്സ് അടിച്ചായിരുന്നു. വളരെ നല്ല ചിപ്സാണത്. അത് ഏറ്റവും ഗുണങ്ങളുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ അത് ഈ ചിപ്സുകളെല്ലാത്തിൻ്റെയും ഗുണങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ നോർമൽ ചിപ്സ് വരുമ്പോൾ അതിനകത്ത് 30% മുകളിൽ 30-40 ഇടയ്ക്ക് അതിൻ്റെ അകത്ത് ഓയിൽ കണ്ടൻറ്റ് വരും. നമ്മുടെ വാക്കം ചിപ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 8-10 ഇടയ്ക്ക് ശതമാനം ഓയിലുള്ളൂ. അപ്പോൾ 20-30% ഓയിൽ അതിനകത്ത് പോകും. പിന്നെ നമ്മൾ വാക്കം ചിപ്സിൻ്റെ അകത്ത് ഓയിൽ ഒരിക്കലും ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് അത് നമ്മൾ വാക്കം ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഓക്സിജൻ ആയിട്ട് മിക്സ് വരാത്തതുകൊണ്ട് അതിനകത്ത് കാർബൺ കണ്ടൻറ്റ് ഒരിക്കലും ഉണ്ടാവുന്നില്ല. ടെമ്പറേച്ചർ മാക്സിമം 95-100 താഴെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ എണ്ണ ഒരിക്കലും കേടാവാത്ത എണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത്രയേറെ നല്ല രീതിയിലാണ് നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കുറഞ്ഞ താപനിലയിൽ വറുത്തെടുക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യയാണ് വാക്വം ഫ്രൈയിങ്. സാധാരണ ഫ്രൈയിങ്ങിൽ, അതായത് ഡീപ്പ് ഫ്രൈയിങ്ങിൽ, എണ്ണയിൽ ഉയർന്ന താപനിലയിൽ ഭക്ഷണം വറുക്കുമ്പോൾ എണ്ണയുടെ അമിതമായ ആഗിരണം, പോഷക ഗുണങ്ങളുടെ നഷ്ടം, നിറം, രുചി, ഗന്ധം ഇവയിലെ വ്യത്യാസങ്ങൾ എന്നിവയൊക്കെ സംഭവിക്കും. എന്നാൽ വാക്വം ഫ്രൈയിങ് ഉപയോഗിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ സ്വാഭാവിക നിറവും രുചിയും സുഗന്ധവും നിലനിർത്തുകയും എണ്ണയുടെ ഉപഭോഗം വളരെ കുറയുകയും ചെയ്യുന്നു. 8 മുതൽ 10% വരെ മാത്രമേ ഓയിൽ കണ്ടൻറ്റ് ഉണ്ടാവുകയുള്ളൂ എന്നതും കാർബണിൻ്റെ അളവ് പൂർണ്ണമായും ഒഴിവാകുന്നു എന്നതും വാക്വം ഫ്രൈയിങ്ങിൻ്റെ മേന്മകളാണ്. ഏത് സമയത്തും ഡീഹൈഡ്രേറ്റഡ് ഉൽപ്പന്നങ്ങൾ അതിൻ്റെ തനത് രുചിയും ഗുണവും മണവും നിറവുമൊക്കെയായി ഉപയോഗിക്കുവാനും കഴിയും. കർഷകരിൽ നിന്നും സംഭരിക്കുന്ന ഉൽപ്പന്നങ്ങൾ വൃത്തിയാക്കിയ ശേഷം വെജിറ്റബിൾ കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഫ്രീസർ യൂണിറ്റിലേക്കോ ഡീഹൈഡ്രേഷൻ യൂണിറ്റിലേക്കോ മാറ്റും. കഴുകുന്നത് മുതൽ പാക്ക് ചെയ്യുന്നതുവരെ പൂർണ്ണമായും യന്ത്രസഹായത്താലാണ് പ്രവർത്തനങ്ങൾ. ഓസോൺ വാഷിംഗ്, പീലിംഗ്, കട്ടിംഗ്, സ്റ്റീമിംഗ്, ഫ്രീസിംഗ്, വാക്വം ഫ്രൈയിങ്, ഡീഹൈഡ്രേഷൻ, നൈട്രജൻ പാക്കിംഗ് തുടങ്ങിയവയെല്ലാം ആധുനിക സാങ്കേതിക വിദ്യയിലൂന്നിയാണ് ചെയ്യുന്നത്. ഉൽപ്പന്നം കൂടുതൽ കാലം കേടുകൂടാതെ ഇരിക്കുന്നതിനായി മൾട്ടി ലെയർ അലുമിനിയം ഫോയിലാണ് പാക്കിങ്ങിനായി ഉപയോഗിക്കുന്നത്. കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്ന ഈ പച്ചമഞ്ഞൾ മണ്ണും ചെളിയും എല്ലാം കളഞ്ഞ് ഓസോൺ വാഷിങ്ങും കട്ടിങ്ങും കഴിഞ്ഞതിന് ശേഷം ഡീഹൈഡ്രേഷൻ ഡ്രയറിലേക്ക് മാറ്റുന്നു. ഡീഹൈഡ്രേഷൻ കഴിഞ്ഞതിന് ശേഷം 18 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുള്ള ഈ പാക്കിംഗ് റൂമിലേക്ക് നമ്മൾ ഈ മഞ്ഞൾ കൊണ്ടുവരുന്നു.
4 ലെയർ അലുമിനിയം ഫോയിൽ കവറിലേക്ക് ഈ മഞ്ഞൾ മാറ്റിയതിന് ശേഷം നമ്മൾ സ്റ്റോക്ക് റൂമിൽ ഇത് സൂക്ഷിക്കുന്നു. 4 ലെയർ അലുമിനിയം ഫോയിൽ കവറിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് ഇതിന് 1.5 വർഷത്തോളം ഷെൽഫ് ലൈഫ് കിട്ടുന്നു. 4 ലെയർ അലുമിനിയം ഫോയിൽ പാക്കറ്റിൽ സൂക്ഷിക്കുന്ന മഞ്ഞൾ പൾവനൈസർ ഉപയോഗിച്ച് കുറഞ്ഞ ചൂടിൽ പൊടിച്ച് 50 ഗ്രാം പാക്കറ്റുകളിലേക്ക് ആക്കി നമ്മൾ ഇത് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു. സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ പൂർണ്ണ പിന്തുണ തട്ടേക്കാട് ഫാമർ പ്രൊഡ്യൂസിംഗ് കമ്പനിയോടൊപ്പമുണ്ട്. കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൂടാതെ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങളുമായി FPCയുടെ വളർച്ചയ്ക്ക് കൃഷി വകുപ്പ് കൂടെയുണ്ട്. SFACയിൽ നിന്നും 16 ലക്ഷം രൂപയും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനിൽ നിന്ന് 10 ലക്ഷം രൂപയും സാമ്പത്തിക സഹായമായും നൽകിയിട്ടുണ്ട്. വളരെ നല്ല രീതിയിലാണ് ഈ കമ്പനി പ്രവർത്തിച്ചു വരുന്നത്. കൃഷി വകുപ്പിൻ്റെ എല്ലാ സഹായങ്ങളും കമ്പനിക്ക് ലഭ്യമാക്കുന്നുണ്ട്. SFACയിൽ നിന്നും ഏകദേശം 14 ലക്ഷത്തോളം രൂപ നിലവിൽ അവർ അക്കൗണ്ടിലേക്ക് കൈമാറിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ 10 ലക്ഷം രൂപയും ഈ കമ്പനിക്ക് ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉള്ള സഹായങ്ങൾ ഈ കമ്പനിക്ക് പരമാവധി ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിരിക്കും. ഉൽപ്പന്നങ്ങൾക്ക് ഗുണനിലവാരമുണ്ടെങ്കിൽ ആവശ്യക്കാർ തേടിയെത്തും എന്നതിനുള്ള ഉദാഹരണമാണ് തട്ടേക്കാടിലെ ഉൽപ്പന്നങ്ങൾ. തട്ടേക്കാട് അഗ്രോയുടെ ഈ പ്രോഡക്റ്റുകൾ ഞാൻ വാങ്ങിക്കാറുണ്ട്. വളരെ ക്വാളിറ്റി ഉള്ളതും ഗുണമേന്മയോട് കൂടിയുള്ള ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ്. വളരെ സ്വാദിഷ്ടമാണ്. ചക്ക, പഴം ഡീഹൈഡ്രേറ്റ് ചെയ്ത് ഉണങ്ങിയെടുക്കുന്നു. അതുപോലെ ഏത്തപ്പഴം ഡീഹൈഡ്രേറ്റ് ചെയ്ത് ചിപ്സാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, പച്ച ഇഞ്ചിയും പച്ചമഞ്ഞളും വളരെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് ഉണക്കി പൊടിച്ചെടുക്കുന്നു. അപ്പോൾ അങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ പച്ചമഞ്ഞളിൻ്റെ യാതൊരു കുറുക്കുമീനും പോകാതെ നല്ല ക്വാളിറ്റിയിൽ സാധനം ലഭിക്കുന്നുണ്ട്. വളരെ പ്രയോജനകരവുമാണ്, വളരെ ഉപകാരപ്രദവുമാണ്, വളരെ സ്വാദിഷ്ടവുമാണ്. കീരമ്പാറയിലെ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച തട്ടേക്കാട് ഫാമർ പ്രൊഡ്യൂസിംഗ് കമ്പനിയിൽ നിന്നും കാനഡ, UK, UAE തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വരെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുവാൻ കഴിഞ്ഞു. കൂടാതെ 5ഓളം എക്സ്പോർട്ടേഴ്സുമായി ചർച്ചകളിലുമാണ്. കേരളത്തിലെ വിവിധ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും തട്ടേക്കാട് ഉൽപ്പന്നങ്ങൾ നിറസാന്നിധ്യമാണ്. കേരളത്തിൽ ഡീഹൈഡ്രേഷൻ ചെയ്യുന്ന കമ്പനികൾ മറ്റേതെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നല്ല നിശ്ചയമില്ല. പക്ഷേ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാക്കി നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് പൊതുവെ നല്ല സ്വീകാര്യത കൈവന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിലവിൽ കാനഡയിലേക്ക് നമ്മൾ ഒരു ഫ്രുവേഗ എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടി എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു മേമടത്തിൽ എക്സ്പോർട്ടേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമ്മൾ UK എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. UAE ഒരു എക്സ്പോർട്ടറുമായി ഏതാണ്ട് ധാരണാപത്രത്തിൽ ഒപ്പിട്ട് ഇരിക്കുന്നു. മറ്റ് 2 കമ്പനികളുമായി നമ്മളിപ്പോൾ ഒരു ധാരണാപത്രം, ഒരു ഓഷ്യൻ എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് 5ഓളം എക്സ്പോർട്ടേഴ്സ് നമ്മളെ സമീപിക്കുന്നുണ്ട്. മറ്റ് പ്രമുഖരായ പല എക്സ്പോർട്ടേഴ്സുമായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കെല്ലാം നമുക്ക് ഈ സാധനം വലിയ താമസമില്ലാതെ കൊടുക്കാൻ കഴിയുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ലോകത്തിലെ എവിടെ പോയാലും കേരളത്തിൻ്റെ തനത് വിളകൾ എന്നും പ്രിയപ്പെട്ടതാണ്. ഉൽപ്പാദനം കൂടുമ്പോൾ വില ലഭിക്കാത്തതും നമ്മുടെ പല വിളകളും സീസണൽ വിളകൾ ആയതിനാലും വർഷം മുഴുവൻ ഉൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവിനുള്ള പരിഹാരമാണ് ഇത്തരം ഡീഹൈഡ്രേറ്റഡും വാക്വം ഫ്രൈഡുമായുള്ള ഉൽപ്പന്നങ്ങൾ. വാക്വം ഫ്രൈഡ് ഉൽപ്പന്നങ്ങളായ ബനാന ചിപ്സ്, ചക്ക ചിപ്സ്, ശർക്കര വരട്ടി, മധുരക്കിഴങ്ങ് ചിപ്സ്, പാവയ്ക്ക വറുത്തത്, ബീട്രൂട്ട് ഫ്രൈ തുടങ്ങിയവയും ഡീഹൈഡ്രേറ്റഡ് ഉൽപ്പന്നങ്ങളായ ചക്കപ്പുഴുക്ക്, ചക്കപ്പൊടി, കപ്പ നുറുക്ക്, ഇഞ്ചിപ്പൊടി, കുരുമുളക് പൊടി, പച്ചമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കോവയ്ക്ക, പാവയ്ക്ക തുടങ്ങിയ ഉൽപ്പന്നങ്ങളും തട്ടേക്കാട് ഫാമർ പ്രൊഡ്യൂസിംഗ് കമ്പനിയിൽ നിന്നും പുറത്തിറക്കുന്നു. മാത്രമല്ല വിളകളുടെ ലഭ്യത അനുസരിച്ച് എല്ലാ വിളകളെയും ഡീഹൈഡ്രേറ്റഡ് ഉൽപ്പന്നങ്ങളാക്കി മാറ്റുവാനും കഴിയും. പച്ചപ്പിനെയും വിളവിനെയും കർഷകൻ്റെ ചിരിയെയും കാത്തു സൂക്ഷിക്കുന്ന തട്ടേക്കാടും ഇരുവശങ്ങളിലുമായി ഒഴുകുന്ന പെരിയാറും തട്ടേക്കാട് പക്ഷി സങ്കേതവും വിനോദസഞ്ചാര കേന്ദ്രവും ഭൂതത്താൻ കെട്ടുമെല്ലാം ഏവരെയും ആകർഷിക്കുന്നതാണ്. ഒപ്പം ഇവിടുത്തെ കാർഷിക കഥകൾക്കും ഒരിക്കലും അവസാനമില്ല.